നമസ്കാരം. കൊല്ലം കടക്കലിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഗാനമേളയ്ക്കിടെ വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുകയും പിന്നിലെ സ്ക്രീനിൽ CPMന്റെയും DYFIയുടെയും കൊടികളുടെ ദൃശ്യം കാട്ടുകയും ചെയ്ത സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങളോ കൊടിയോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് വ്യക്തമായ ഹൈക്കോടതി വിധി ഉണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എല്ലാ ക്ഷേത്രങ്ങൾക്കും സർക്കുലർ നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ പരിപാടിയോ ദേവസ്വങ്ങളിൽ പാടില്ലെന്നാണ് സർക്കാരിന്റെയും കോടതിയുടെയും നിലപാട്. അത് കൃത്യമായി നടപ്പാക്കി മാത്രമേ ദേവസ്വം ബോർഡ് മുന്നോട്ടു പോകൂ എന്നും പ്രശാന്ത് പറഞ്ഞു. ഉപദേശ സമിതികളിലെല്ലാം ദേശീയ പാർട്ടികളുടെയും അംഗങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി ആചാരങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകണം. കടക്കലിൽ ഉത്സവം നടത്തിയ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അറിഞ്ഞത്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഉപദേശക സമിതിക്ക് നോട്ടീസ് കൊടുക്കാൻ നിർദ്ദേശിച്ചു. ദേവസ്വം വിജിലൻസിനെ അന്വേഷണത്തിന് നിയോഗിച്ചു. അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ആരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായാലും നടപടി സ്വീകരിക്കും. പെരുമ്പാവൂരിലെ ക്ഷേത്രത്തിൽ RSSന്റെ ഡ്രിൽ നടക്കുന്നുവെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടിയിരുന്നു. അവിടെയും സമാനമായ നിലപാടാണ് എടുത്തതെന്നും 19-ന് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് യോഗം ചേരുമ്പോൾ പ്രത്യേക അജണ്ടയായി വിഷയം ചർച്ച ചെയ്യുമെന്നും പ്രശാന്ത് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവീ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി ഗായകൻ അലോഷി അവതരിപ്പിച്ച ഗാനമേളയ്ക്കിടെ വിപ്ലവ ഗാനം പാടിയതാണ് വിവാദമായത്. കോൺഗ്രസും BJP ഹൈന്ദവ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. മാർച്ച് 10-നാണ് CPMനോട് ആഭിമുഖ്യമുള്ള വ്യാപാരി വ്യവസായ സമിതി, മടത്തറ യൂണിറ്റ്, കടക്കൽ ഏരിയ കമ്മിറ്റി എന്നിവർ ചേർന്ന് ക്ഷേത്രത്തിൽ ഗാനമേള നടത്തിയത്. പുഷ്പനെ അറിയാമോ, 100 പൂക്കളെ തുടങ്ങിയ പാട്ടുകൾ അലോഷി ആലപിച്ചു. ഈ സമയം സ്റ്റേജിലെ LED സ്ക്രീനിൽ CPM DYFI കൊടികളും ചിഹ്നങ്ങളും തെളിഞ്ഞു. ഇതോടെ സദസ്സിൽ നിന്ന് ഇൻകുലാബ് സിന്ദാബാദ് വിളികളും മുഴങ്ങി. പ്രദേശത്തെ CPM നേതാക്കൾ ഉൾപ്പെടെ സദസ്സിന്റെ മുൻനിരയിലിരുന്ന് താളം പിടിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായാണ് ഗാനമേള എന്നാരോപിച്ചാണ് കോൺഗ്രസും BJPയും ഉൾപ്പെടെ രംഗത്തെത്തിയത്. തിരുവാതിര ഉത്സവ നടത്തിപ്പിന് രൂപീകരിച്ച കമ്മിറ്റിയിലും ക്ഷേത്രോപദേശക സമിതിയും CPM പ്രാദേശിക നേതാക്കൾക്കാണ് മുൻതൂക്കം. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടി CPMന്റെ പ്രചാരണ വേദിയാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ എന്തിനാണ് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. CPMകാർ ഇപ്പോൾ അമ്പലത്തിൽ പോയി പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിവാദത്തിൽ പ്രതികരിക്കാനില്ലെന്ന് അലോഷി അറിയിച്ചു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.